പമ്പയിലെ പോലീസ് നാടകം പൊളിയുന്നു. ശബരിമല കയറാനാകാതെ തമിഴ്നാട്ടിൽ നിന്നും എത്തിയ മനീതി സംഘം മടങ്ങി. പോലീസ് നിർബന്ധിച്ച് മടക്കി അയക്കുകയാണെന്ന് മനീതി സംഘം ആരോപിച്ചു. പമ്പയിലും ശരണപാതയിലും തടഞ്ഞവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയതായും സംഘാംഗം തിലകനിധി ന്യൂസ് 18നോട് പ്രതികരിച്ചു. We'll give the full protection to you to get into the Sabarimala. And up to this place, they give the good protection. Yeah, they were very much. We want to give thanks to them for those things. But now they are not able to give the protection. We hope intendedly they are not giving the protection to us to climb into the shrine. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മനീതി സംഘം മടങ്ങുന്നതെന്ന് പോലീസ് അറിയിച്ചു. സുരക്ഷാ പ്രശ്നമുണ്ടെന്ന നിലപാട് മനീതി അംഗങ്ങൾ അംഗീകരിച്ചുവെന്നും പോലീസ് വിശദീകരിക്കുന്നു. So they will get into their own vehicles and they will proceed. We will give them proper adequate security. They are proceeding back to Madurai. ഇതിനിടെ ശബരിമലയിലേക്ക് തിരിച്ച പിന്നോക്ക സംഘടനാ നേതാവ് അമ്മിണി വയനാടും യാത്ര ഉപേക്ഷിച്ചു. അതേസമയം മനീതി സംഘത്തിന്റെ യാത്ര കേരള പോലീസിന്റെ ആസൂത്രണമായിരുന്നു എന്ന് വ്യക്തമാക്കി സംഘാംഗം രംഗത്തെത്തി. യാത്രയ്ക്ക് കേരള പോലീസിന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചെന്ന് മനീതി സംഘാംഗങ്ങൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ചെന്നൈയിൽ കേരള പോലീസ് എത്തി സുരക്ഷ വാഗ്ദാനം ചെയ്തു. റൂട്ട് തീരുമാനിച്ചത് കോട്ടയം പോലീസാണ്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കേരള പോലീസ് അനുഗമിച്ചിരുന്നുവെന്നും മനീതി സംഘ നേതാവ് ഷെൽവി പറഞ്ഞു. And we yesterday when we are coming here, we are escorted with up to Kumali. We are escorted by the Tamil Nadu government police, and up to here we are escorted by the Kerala government police. Is there any Kerala policeman in Tamil Nadu escort you? Yes. Which police? That I don't know. That I don't know. The Tamil Nadu government only know. Our police department only know. No, is there any Malayali Kerala police friends in Tamil Nadu? They came to. That thing, the Tamil Nadu, they serve the route itself. They are not, but we are asking them, please let you drop at Ernakulam because we want to join with our fellow devotees. They are not allow us to go to that Ernakulam. For that, they are saying that because of your safety only, we are getting you to here. Who view this directions? Which policeman? Our police officers? Yes, Kerala police. I hope the SPF Kottayam. Kottayam SP give the directions? Yes, I hope. I am not sure, but I hope. Because Kottayam police only came, I hope. So the direction was given by the Kottayam SP. Chennai also Kottayam police came? That I don't know. Because before that itself he left. Kerala police is there in Chennai? Yes, yes. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും TG സജിത്തും പമ്പയിൽ നിന്ന് MS അനീഷ് കുമാറും എരുമേലിയിൽ നിന്ന് SS ശരണും ചേരും. ആദ്യം പമ്പയിലേക്ക് പോകുന്നു. MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, അതിർത്തിയിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും തങ്ങളെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്നത്, എല്ലാവിധ സുരക്ഷകളും ഒരുക്കി കൊണ്ടുവന്നത് കേരള പോലീസാണെന്നാണ് ഇപ്പോൾ സംഘത്തിന്റെ പ്രതിനിധിയായ ഷെൽവി ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അതിർത്തിയിൽ ഉൾപ്പെടെ ഇന്നലെ നമ്മൾ പ്രതിഷേധങ്ങളെല്ലാം കണ്ടതാണ്. പ്രതിഷേധങ്ങളെല്ലാം നീക്കിക്കൊണ്ട് പമ്പ വരെ അവരെ എത്തിച്ചു. പക്ഷേ പമ്പയിൽ നിന്ന് സുരക്ഷ ഒരുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. പോലീസിന്റെ ഒരു ഇരട്ടത്താപ്പ് നയമല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പോലീസിന്റെ ഒരു നാടകമല്ലേ ഇതിൽ നിന്നും വ്യക്തമാകുന്നത്? അമിന, തീർച്ചയായും ശബരിമല സന്ദർശനം നടത്തണമെന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ ആഗ്രഹത്തെ, അവരുടെ ആവശ്യത്തെ ഒരു നാടകമാക്കി മാറ്റുന്ന നിലയിലേക്കാണ് കേരള പോലീസിന്റെ പ്രവർത്തനങ്ങൾ എത്തിയിരുന്നത്. സെൽവി തന്നെ, ഈ സംഘത്തിന്റെ തലവയായ സെൽവി തന്നെ പറയുന്നതനുസരിച്ച് തമിഴ്നാട്ടിൽ ചെന്നൈയിലെത്തി കേരള പോലീസ് ഇവർ വരുന്ന വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഒപ്പം ഈ ഇവർ പോകുന്ന വഴിയിൽ അകമ്പടിയായും ഒപ്പം ഇവരുടെ വാഹനത്തിനുള്ളിൽ
പോലും കയറി കാര്യങ്ങൾ പോലീസ് നിയന്ത്രിച്ചിരുന്നു. ഇവർ ശരിക്കും കൊച്ചിയിലെത്തി കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്ക് മറ്റ് അംഗങ്ങളോടൊപ്പം സംയുക്തമായി സന്നിധാനത്തേക്ക് പോരുന്നതിനുള്ള ഒരു ആലോചനയായിരുന്നു നടത്തിയിരുന്നത്. അത്തരത്തിലൊരു പദ്ധതിയാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. 45ഓളം അംഗങ്ങൾ ഒത്തുചേർന്ന്, അതായത് തമിഴ്നാട്ടിൽ മനീഷി സംഘടനയുടെ ആളുകളും കേരളത്തിലെ ആദിവാസി ദളിത് മേഖലയിലുള്ള ചില ആക്ടിവിസ്റ്റുകൾ അടക്കമുള്ളവരും ചേർന്ന് ഒന്നായി തന്നെ വരിക, ഒരു വലിയ ശക്തിയായി തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള ആലോചനകളാണ് നടത്തിയത്. എന്നാൽ എറണാകുളത്തേക്ക് പോരാൻ കേരള പോലീസ് അനുവദിച്ചില്ല എന്നാണ് സെൽവി വ്യക്തമാക്കുന്നത്. തമിഴ്നാട്ടിൽ എത്തിയ ശേഷം തമിഴ്നാട്ടിലെ വഴികളും ഇടുക്കി ജില്ലയിലൂടെ അടക്കം സഞ്ചരിക്കാനുള്ള തീരുമാനമെടുത്തത് കോട്ടയം SP ഭാഗത്തു നിന്നാണ് എന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നും സെൽവി വ്യക്തമാക്കുന്നു. പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കമ്പമെട്ടിലൂടെയും കട്ടപ്പനയിലൂടെയും ഉപ്പുതറയിലെ പരപ്പിലൂടെയും വാഗമണ്ണും ഈരാറ്റുപേട്ടയിലും ഒക്കെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ എത്തിയത്. ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവസരം പോലും തങ്ങൾക്ക് ഒരുക്കിയില്ല. ഇതിനുള്ള ഒരു നിർത്താൻ പോലും പോലീസ് തയ്യാറായില്ല. ഇതിനുശേഷമാണ് പമ്പയിലെത്തിയത്. എന്നാൽ പമ്പയിലെത്തിയ ശേഷം ഇതുവരെ ഉണ്ടായതിൽ നിന്നും വിഭിന്നമായ ഒരു പോലീസിനെയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞതെന്ന് അവർ പറയുന്നു. അതുവരെ സുരക്ഷ ഒരുക്കാമെന്ന വാഗ്ദാനം നൽകി തങ്ങളെ ക്ഷേത്രത്തിലേക്ക് പോകാൻ അനുവദിക്കാമെന്ന വാഗ്ദാനം നൽകി കൊണ്ടുവന്ന പോലീസ് കൂറുമാറുന്ന നിലപാടാണ് കണ്ടത്. പ്രതിഷേധത്തിന് ഭക്തരെത്തോടുകൂടി അവരുടെ ഭാഗത്തേക്ക് നീങ്ങിയും തങ്ങളെ സന്നിധാനത്തേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് മാറിയെന്ന് പറയുന്നു. ADGPയുടെ ഓഫീസ് മുതൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയും കോട്ടയം പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള ഇടത്തെയും പോലീസുകാർ നിരന്തരം തങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും അവർ പറയുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ കലാശത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം പോലീസിന് തന്നെ എന്നാണ് മനീഷി സംഘടന വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ തന്നെ ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിൽ ഇവരുടെ യാത്ര പോലും ഒഴിവാക്കാമായിരുന്നു. ഉണ്ടായ എല്ലാ അനിഷ്ടങ്ങളും വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നും പറയുന്നു. കേരള പോലീസും സർക്കാരും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് മാത്രമാണ് തങ്ങൾ വന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നു. അമിന, SS ശരൺ കൂടി ഇപ്പോൾ ചേരുകയാണ്. ശരൺ, മനീതി സംഘം എത്തുന്ന വാർത്ത വിശ്വസിച്ച് അവരെത്തുന്നത് പ്രതീക്ഷിച്ച് കേരളത്തിൽ നിന്നുള്ള ചില സംഘങ്ങളും, അതാണ് ഈ വയനാട് നിന്നുള്ള അമ്മിണി ഉൾപ്പെടെ പിന്നോക്ക വിഭാഗത്തിന്റെ നേതാവായ അമ്മിണി ഉൾപ്പെടെയുള്ള സംഘം ശബരിമലയിലേക്ക് തിരിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ ശബരിമലയിൽ മനീതി സംഘം നേരിട്ട പ്രതികൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായത്? എന്താണ് അവർ പറഞ്ഞത് ഈ മടക്കയാത്രയിൽ? ഈ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പോലീസ് അമ്മിണിയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക്, എരുമേലി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നതാണ്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തോടു കൂടിയാണ് അമ്മിണിയുടെ കാർ പല വഴികളിലൂടെയും കടന്നു പോയിരുന്നത്. പാലയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 11 മണിയോടുകൂടി പാലയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. അതിനുശേഷം പൊൻകുന്നത്തിന് സമീപത്ത് വെച്ച് BJP പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടാകുന്നു. എന്നാൽ ആ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് തന്നെ പോലീസ് സന്നാഹത്തോടുകൂടി കാറ് മുന്നോട്ട് പോകുന്നു. അടുത്ത സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ഇവർ പറഞ്ഞിരുന്നത് കൂടുതൽ യുവതികൾ ശബരിമലയിലേക്ക് വരാനായി തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യമാണ്. അതായത് ഇവർ തന്നെ പലയിടങ്ങളിലായി സംഘങ്ങളായി രൂപപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങോട്ട് വരാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ഇത് വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത് ഏത് വഴിക്കൊക്കെയാണ് വരുന്നതെന്ന് സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പല സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് പല സ്ഥലങ്ങളിലും എത്തിയപ്പോൾ ഇവർ പറഞ്ഞിരുന്ന വാദങ്ങൾ പൊളിയുന്നതാണ്. കാരണം അത്തരത്തിൽ യുവതികളൊന്നും തന്നെ ഇവിടേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായി. അവര് മാത്രമാണ് പോലീസ് സന്നാഹത്തോടു കൂടി തന്നെ കടമല വരെ എത്തിച്ചതും. എന്നാൽ കടമലയിൽ എത്തുമ്പോൾ പോലീസ് വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ അവരോട് വ്യക്തമാക്കിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും പമ്പയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വഷളാകും. അതുകൊണ്ട് അത്തരത്തിലൊരു സുരക്ഷ ഒരുക്കാനും സാധിക്കില്ല എന്നുള്ള കാര്യവും പോലീസ് അവരോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മാത്രമല്ല, മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞത്, ആദ്യം എത്തിയ സംഘം തന്നെ അവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുന്നു പ്രതിഷേധത്തെ തുടർന്ന്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവർ പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല ആദ്യഘട്ടത്തിൽ. പിന്നീട് പോലീസ് തന്നെ അവരെ എരുമേലി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും വലിയ രീതിയിലുള്ള സുരക്ഷ. പാലയിൽ നിന്നും യാത്ര ആരംഭിക്കുമ്പോൾ 2 വാഹനങ്ങൾ മുന്നിലും 2 വാഹനങ്ങൾ പിന്നിലും അകമ്പടിയായി ആണ് യാത്ര തുടർന്നുകൊണ്ടിരുന്നത്. ശരി, ശരണാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ നിന്നുമുള്ള പോലീസ് സംഘം ചെന്നൈയിൽ എത്തിയിരുന്നുവെന്ന് മനീതി സംഘം കോർഡിനേറ്റർ ഷെൽവി പറഞ്ഞു. കോട്ടയത്ത് നിന്നുമുള്ള പോലീസാണ് എത്തിയത്. എന്നാൽ അവരുടെ പേരറിയില്ല. കോട്ടയം SP യും ADGP യും ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും ഷെൽവി പറഞ്ഞു.
And we yesterday when we are coming here, we are escorted with up to Kumali, we are escorted by the Tamil Nadu government police, and up to here we are escorted by the Kerala government police. Is there any Kerala policeman in Tamil Nadu escort you? Yes. Which police? That I don't know. That I don't know. The Tamil Nadu government only know. Our police department only know. No, is there any Malayali Kerala police friends in Tamil Nadu? They came to. That thing the Tamil Nadu government only knows. കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. സജിത്, സംഘാംഗമായ ഷെൽവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിർത്തിയിൽ നിന്ന് മാത്രമല്ല ചെന്നൈയിൽ നിന്നും കേരള പോലീസ് സംഘം അവർക്കൊപ്പം ഉണ്ടായിരുന്നു. യാത്രയുടെ റൂട്ടുകളെല്ലാം തീരുമാനിച്ചത് കേരള പോലീസ് സംഘമാണ് എന്നാണ്. കൂട്ടിക്കൊണ്ടുവരിക, എന്നിട്ട് പമ്പയിലെത്തുമ്പോൾ പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുക, ഈ ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. എല്ലാ സുരക്ഷയും ഒരുക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്ന പോലീസ് അവിടെ എത്തിയപ്പോൾ വാക്കുമാറ്റി പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവരിത് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു യാത്ര തന്നെ ഇവർക്ക് ഒഴിവാക്കാമായിരുന്നില്ല. അവർ പേടിച്ചോടുന്ന ദൃശ്യങ്ങളാണ് കേരളം മുഴുവൻ അല്പം മുൻപ് കണ്ടത്. തീർച്ചയായും പോലീസിന്റെ നടപടി അങ്ങേയറ്റം വിവാദത്തിലാണ് എത്തി നിൽക്കുന്നത്. തുടക്കം മുതൽ പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം അസാധാരണപരമാണ്, ഒപ്പം തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമാണ്. കാരണം നേരത്തെ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിക്ക് ശേഷം അവിടെ സ്ത്രീ പ്രവേശനത്തിന് ശ്രമം നടത്തിയവരോട് സ്വീകരിച്ച സമീപനം പോലെ ആയിരുന്നില്ല ഇന്ന് തുടക്കം മുതൽ പോലീസ് എടുത്ത നിലപാട്. നേരത്തെ തൃപ്തി ദേശായിയെ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ടായപ്പോൾ അവർക്ക് സുരക്ഷയൊരുക്കി അവരെ പമ്പയിലെത്തിക്കേണ്ട ചുമതല തങ്ങളുടേതല്ല എന്നതായിരുന്നു അന്ന് കേരള പോലീസ് എടുത്ത നിലപാട്. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെത്തിയാൽ മാത്രം സുരക്ഷ നൽകാമെന്നെടുത്ത നിലപാട് പക്ഷേ ഇവിടെ ഭിന്നമായ നിലപാട് പോലീസ് സ്വീകരിച്ചു. തമിഴ്നാട് മുതൽ തന്നെ കേരള പോലീസിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് ഇവരെ പമ്പയിൽ എത്തിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് അത്തരമൊരു നീക്കമുണ്ടായതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ പമ്പ മുതൽ സംഭവിച്ച കാര്യം എന്താണ്, ഈ വിഷയത്തിൽ പോലീസ് എടുത്ത നിലപാടെന്ത്, ഇക്കാര്യങ്ങളിലൊക്കെ വലിയ വിമർശനം പോലീസിന് നേരെയുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ വിശദീകരിക്കുകയും വരും. സർക്കാരും പോലീസും ഏറെ പ്രതിക്കൂട്ടിലാവുന്ന നീക്കങ്ങളാണ് തുടക്കം മുതൽ ഇന്നുണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പമ്പയിൽ എത്ര വലിയ സുരക്ഷയൊരുക്കി പമ്പയിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് എന്തുകൊണ്ടാണ് പോലീസ് പിന്തിരിഞ്ഞത്? പ്രതിഷേധം സ്വാഭാവികമായും അവിടെ ഉണ്ടാകുമെന്ന കാര്യം സർക്കാരിനും പോലീസിനും നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. എന്നിട്ടും ഈ തരത്തിൽ എങ്ങനെ പ്രതിഷേധം ഉണ്ടായിട്ട് പോലീസ് പിൻവലിഞ്ഞു, ഇക്കാര്യങ്ങളിലൊക്കെയാണ് വിശദീകരണം നടത്തേണ്ടി വരുന്നത്. പോലീസ് ഒരു നാടകം കളിക്കുകയായിരുന്നു അവിടെ ഉണ്ടായത് എന്ന കാര്യത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ പോലീസിന് നേരെ ഇതിനകം തന്നെയുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ സർക്കാരും പോലീസ് സംവിധാനങ്ങളും തീർച്ചയായും മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് ശേഷം സർക്കാരിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ആരുടെയെങ്കിലും പ്രതിനിധികളുടെ ആരുടെയും പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ സ്വാഭാവികമായും അത്തരം പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. CPM നേതൃത്വം ഈ വിഷയത്തിലും പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. 4 മണിക്ക് കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും ഇന്ന് ശബരിമലയിൽ ഉണ്ടായ വിഷയങ്ങളിലൊക്കെ ഇക്കാര്യങ്ങളിലൊക്കെ സർക്കാരിന് പിന്തുണ നൽകുന്ന പ്രധാന കക്ഷി എന്ന നിലയിൽ CPMന്റെ പ്രതികരണവും ഏറെ നിർണായകമാണ്. വ്യക്തമാണ്. അതായത് ആഭ്യന്തര വകുപ്പ്, പോലീസ് മാത്രമല്ല ആഭ്യന്തര വകുപ്പും സർക്കാരും ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. മുൻ സാഹചര്യങ്ങളിലൊക്കെ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച കേരള സർക്കാരും പോലീസും ഈ മനിതി സംഘടനയുടെ കാര്യത്തിൽ വേറിട്ടൊരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ആ നിലപാട് വിജയം കണ്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പകുതി വഴിയിൽ ശ്രമം ഉപേക്ഷിച്ച മനിതി സംഘടനയ്ക്ക് തിരികെ പോകേണ്ടി വന്നു. ഈ വാർത്തകളിലേക്കൊക്കെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് വീണ്ടും. പമ്പയിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച് തമിഴ്നാട്ടിൽ നിന്നെത്തിയ മനിതി സംഘവും പ്രതിഷേധക്കാരും. ശബരിമല ദർശനത്തിനായി എത്തിയ യുവതികൾ ഉൾപ്പെടുന്ന മനിതി സംഘത്തെ 5 മണിക്കൂർ പമ്പയിൽ പ്രതിഷേധക്കാർ തടഞ്ഞുവച്ചു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കാനുള്ള പോലീസിന്റെ ശ്രമവും പരാജയപ്പെട്ടു. ശരണപാതയിലൂടെ പാഞ്ഞെത്തിയ പ്രതിഷേധക്കാരിൽ നിന്നും ഓടി രക്ഷപ്പെട്ട മനിതി സംഘത്തെ പോലീസ് പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് മാറ്റി. പുലർച്ചെ 3:30ഓടെയാണ് 11 പേരടങ്ങുന്ന മനിതി സംഘം പമ്പയിലെത്തിയത്. കെട്ടുനിറക്കാൻ പരികർമ്മികൾ വിസമ്മതിച്ചതോടെ സ്വയം കെട്ടുമുറുക്കി ശരണം വിളിച്ച് മനിതികൾ കാനനപാതയിലേക്ക്. യുവതികളുടെ ശരണം വിളി ഉയർന്നതോടെ പ്രതിഷേധക്കാർ കൂട്ടമായെത്തി. പ്രതിഷേധക്കാരും യുവതികളും മുഖാമുഖം. പമ്പ കൺട്രോൾ റൂമിൽ പോലീസ് ഉദ്യോഗസ്ഥർ മനിതി സംഘത്തെ ചർച്ചയ്ക്ക് വിളിച്ചു. സ്വാമിയെ ദർശിക്കാതെ തിരിച്ചു പോകില്ലെന്ന നിലപാടിൽ മനിതി സംഘം ഉറച്ചുനിന്നു. കേരള CM வந்து promise பண்ணிருக்காரு, நான் பெண்களை ஐயப்பன் கோயிலுக்கு கூட்டிட்டு போவேன்னு. சோ கேரள CM ஓட promise நாங்க
യുവതികളെ മലകയറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ പ്രതിഷേധക്കാരും ഉറച്ചുനിന്നതോടെ തീരുമാനമെടുക്കാനാവാതെ പോലീസ്. അവരുടെ തീരുമാനം എന്താണ്? അവരും ഭക്തന്മാരാണ്, അതേപോലെ ഇവിടെ വരുന്ന ആൾക്കാരോ എല്ലാവരും ഭക്തന്മാരാണ്. സോ അവരുടെ തീരുമാനം എങ്ങനെയോ അതേപോലെയാണ്. പ്രതിഷേധക്കാരോട് പിരിഞ്ഞു പോകാൻ പോലീസ് മൈക്കിലൂടെ ആവശ്യപ്പെട്ടു. പ്രതിഷേധം അവസാനിപ്പിക്കണം, വിരോധമായ സംഘം ചേരുന്ന പാടില്ല, 144 നിലനിൽക്കുന്നതുകൊണ്ട് 5 മണിക്കൂറോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി യുവതികളെ മലകയറ്റാൻ പോലീസ് ശ്രമം. സന്നിധാനത്തേക്ക് യാത്ര പുനരാരംഭിച്ച മനിതി സംഘത്തിന് നേരെ വീണ്ടും പ്രതിഷേധം. പ്രതിഷേധക്കാർ ഇരച്ചെത്തിയതോടെ രക്ഷ തേടി യുവതികൾ പോലീസ് ഗാർഡ് റൂമിലേക്ക് ഓടിക്കയറി. തുടർന്ന് പോലീസ് ഇവരെ വാഹനത്തിൽ കയറ്റി പമ്പയിൽ നിന്ന് മാറ്റി. പോലീസിന്റെ വാക്കുവിശ്വസിച്ചാണ് മനീതി പ്രവർത്തകർ അതിർത്തി കടന്നത്. എന്നാൽ പമ്പ കടക്കാൻ പോലും കഴിയാതിരുന്ന ഇവർ പ്രാണഭയത്താൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പമ്പയിൽ നിന്നും ക്യാമറമാൻമാരായ ശ്യാംലാലിനും ശ്യാംദാസിനുമൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. സംഭവ ബഹുലമായിരുന്നു മനീതി സംഘത്തിന്റെ യാത്ര. ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട സംഘം നിരവധി പ്രതിഷേധങ്ങളാണ് വഴിയിലുടനീളം നേരിട്ടത്. തന്ത്രപൂർവ്വം അടിക്കടി വഴിമാറ്റിയായിരുന്നു യാത്ര. ചെന്നൈയിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് പുറപ്പെട്ട സംഘത്തിന് മധുരയിലടക്കം പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നു. അതിർത്തിക്ക് സമീപം വെച്ച് കേരള പോലീസ് മനീതി സംഘത്തിന്റെ സുരക്ഷ ഏറ്റെടുത്തു. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് വഴിയാണ് സംഘം കേരളത്തിൽ പ്രവേശിച്ചത്. തീർത്ഥാടക സംഘം അതിർത്തി കടന്നപ്പോൾ തന്നെ സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞെങ്കിലും പോലീസ് ഇവരെ പിടിച്ചുമാറ്റി. കട്ടപ്പനയിലെ പാറപ്പുറത്ത് വെച്ചും BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഉപ്പുതറ, പരപ്പ്, വാഗമൺ, ഈരാറ്റുപേട്ട വഴിയായിരുന്നു സംഘത്തിന്റെ യാത്ര. ഈരാറ്റുപേട്ടയിൽ നിന്ന് മുണ്ടക്കയത്തെത്തിയപ്പോഴായിരുന്നു അടുത്ത പ്രതിഷേധം. വണ്ടൻപതാലിൽ മനീതി സംഘത്തെ തടയാൻ ശ്രമിച്ച BJP പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. എരുമേലി ഒഴിവാക്കി കോരത്തോട് വഴി സംഘം പുലർച്ചെ പമ്പയിലെത്തി. അതിനിടെ കോട്ടയത്ത് BJP സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സുപ്രീം കോടതി വിധി മുൻനിർത്തി ഒരു കൂട്ടം സ്ത്രീകൾ ശബരിമല സന്ദർശനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് മനീതി എന്ന കൂട്ടായ്മ ശ്രദ്ധയാകർഷിക്കുന്നത്. ശാന്തമായിരുന്ന ശബരിമല മനീതിയുടെ വരവോടെ വീണ്ടും കലുഷിതമായി. എന്താണ് മനീതി കൂട്ടായ്മ? ആരാണ് മനീതിക്ക് പിന്നിൽ? മനീതി എന്നാൽ സ്ത്രീ എന്നാണ് അർത്ഥം. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണെങ്കിലും കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് മനീതിയുടെ രൂപീകരണത്തിന് ആധാരം. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി ജിഷയുടെ കൊലപാതകത്തെ തുടർന്നായിരുന്നു മനീതിയുടെ പിറവി. സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താനായി ചെന്നൈ മറീന ബീച്ചിൽ ഒത്തുചേർന്ന സ്ത്രീ കൂട്ടായ്മയാണ് പിന്നീട് മനീതിയായത്. ദുരഭിമാന കൊലകളടക്കമുള്ള വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന മനീതി ലൈംഗിക അതിക്രമം നേരിട്ടവർ, ആസിഡാക്രമണം നേരിട്ടവർ എന്നിവർക്കെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ മനീതി എന്ന് പറയുന്നത് തമിഴിൽ പെൺ എന്നാണ് ഒരു മീനിങ്. അപ്പോൾ പെണ്ണുങ്ങളുടെ ഏത് വക പ്രശ്നങ്ങളിലും നമ്മൾ അപ്പം തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. പെണ്ണുങ്ങൾക്കെതിരായും പെൺകുട്ടികൾക്ക് എതിരായും നടക്കുന്ന ഒരു ദുരാചാരങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ അതിനുള്ള റിയാക്ഷനാണ് ഇങ്ങനത്തെ നമ്മുടെ യാത്രയും കൂടി. നേരത്തെ ജല്ലിക്കെട്ട് വിഷയത്തിലും ഇവർ ചെന്നൈ മറീന ബീച്ചിൽ ഒത്തുചേർന്നിരുന്നു. വിവിധ മേഖലയിലുള്ള നിരവധി സ്ത്രീകളാണ് മനീതി സംഘടനയുടെ ഭാഗമായിട്ടുള്ളത്. സ്വന്തമായി ഒരു ഓഫീസ് പോലും മനീതിക്കില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രധാനമായും പ്രവർത്തനം. രാജ്യത്തെ പല സ്ഥലങ്ങളിലും സാന്നിധ്യമാകാനുള്ള ശ്രമവും സംഘടന നടത്തുന്നുണ്ട്. അഡ്വക്കേറ്റ് സെൽവിയാണ് നിലവിൽ മനീതിയുടെ സംഘത്തിന്റെ കോർഡിനേറ്റർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
മനിതി സംഘത്തെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതിൽ പരസ്പരം കൈയൊഴിഞ്ഞ സർക്കാരും നിരീക്ഷണ സമിതിയും. ഹൈക്കോടതിയുടെ നിരീക്ഷണ സമിതി തീരുമാനം സർക്കാർ നടപ്പിലാക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ സ്ത്രീ പ്രവേശനത്തിൽ അഭിപ്രായം പറയുക തങ്ങളുടെ ചുമതലയല്ലെന്നാണ് 3-അംഗ നിരീക്ഷണ സമിതിയുടെ നിലപാട്. മനിതി സംഘം ശബരിമല ദർശനത്തിനെത്തിയ സാഹചര്യത്തിലാണ് ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം. ഹൈക്കോടതിയുടെ 3-അംഗ നിരീക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിലാണ് ശബരിമലയിൽ ഇപ്പോൾ സർക്കാർ പ്രവർത്തിക്കുന്നത്. അതിനാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തെ പ്രവേശിപ്പിക്കണമോ എന്ന കാര്യത്തിൽ സമിതി അഭിപ്രായം പറയട്ടെ എന്നതാണ് സർക്കാർ നിലപാട്. അവിടെ എല്ലാ കാര്യങ്ങളിലും ഹൈക്കോടതിയുടെ ഇടപെടലുണ്ട്, ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്, ഹൈക്കോടതിയുടെ ഉപദേശമുണ്ട്. ഹൈക്കോടതി ഇപ്പോൾ അവിടെ ഏതാണ്ട് സ്ഥിരമായിട്ട് തന്നെ 2 സീനിയർ ജഡ്ജിമാരടങ്ങുന്നതായിട്ടുള്ള നിരീക്ഷക സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഒരു സീനിയറായിട്ടുള്ള IPS ഓഫീസറും. അവർ യുക്തമായിട്ടുള്ള തീരുമാനമെടുക്കും. ആ തീരുമാനം ഗവൺമെന്റ് നടപ്പിലാക്കും. സ്ത്രീ പ്രവേശനം തങ്ങളുടെ പരിഗണനാ വിഷയമല്ലെന്നാണ് സമിതിയുടെ നിലപാട്. ഇക്കാര്യത്തിൽ സർക്കാരും പോലീസും തന്നെ തീരുമാനമെടുക്കണം. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുന്ന ചുമതല മാത്രമേ കോടതി നിരീക്ഷണ സമിതിക്ക് നൽകിയിട്ടുള്ളൂ. ശബരിമലയിലെ നിലവിലുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച് സർക്കാരും ഹൈക്കോടതി സമിതിയും തമ്മിൽ ഇതുവരെ ആശയവിനിമയം നടത്തിയിട്ടില്ല. സ്ത്രീ പ്രവേശന നീക്കം വീണ്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് മുന്നിൽ കണ്ടുകൂടിയാണ് ജുഡീഷ്യൽ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘം അഭിപ്രായം പറയട്ടെ എന്ന ദേവസ്വം മന്ത്രിയുടെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല നിരീക്ഷക സമിതിക്കെതിരെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സമിതിക്ക് കഴിയുന്നില്ല. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഹൈക്കോടതി സമിതിയെ നിയോഗിച്ചത്. ആ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. സർക്കാരിന്റെ തലയിൽ മാത്രം പ്രശ്നങ്ങൾ കൊണ്ടുവയ്ക്കാനാകില്ല. ഭക്തരെ മറികടന്നൊരു തീരുമാനം സർക്കാരിന് എടുക്കാനാകില്ലെന്നും മനിതി ഭക്ത സംഘടനയാണോ എന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളിൽ ഒരു കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കാനായിട്ട് ഹൈക്കോടതി നിയോഗിച്ചതായിട്ടുള്ള നിരീക്ഷക സമിതി തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപമാണ് എനിക്കുള്ളത്. അല്ലല്ല, അവിടെയാണ് നമ്മുടെ മുന്നിൽ ഒരു വ്യക്തത വരേണ്ടത്. നിരീക്ഷക സമിതിയുടെ നിയോഗത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ വിസ്മരിക്കാൻ വേണ്ടി പാടില്ല. അവർ ഹൈക്കോടതിയുടെ തന്നെ നിരീക്ഷക സമിതി, ഹൈക്കോടതിക്ക് സമമായ അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ആവശ്യം വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അറിയാൻ വയ്യ അവര് യഥാർത്ഥ ഭക്തരാണോ ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. ശബരിമലയിൽ ഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കുമെന്ന് മന്ത്രി EP ജയരാജൻ. സമാധാനമാണ് സർക്കാരിന്റെ ലക്ഷ്യം. പിറവത്തെയും ശബരിമലയിലെയും വിഷയം രണ്ടാണ്. ശബരിമലയിൽ സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. സർക്കാർ വിശ്വാസികൾക്ക് സംരക്ഷണം കൊടുത്ത് എല്ലാ വിശ്വാസികളെയും രക്ഷിക്കുക എന്നുള്ളതും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. എല്ലാം ഒരുപോലെയാണെന്ന് ചിത്രീകരിക്കരുത്. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രശ്നമെടുത്ത് പരിശോധിച്ച് അതിൻ്റെ മെറിറ്റ് നോക്കി നിലപാടെടുക്കൂ. ഈ നിലപാടിൽ ഗവൺമെൻറ് ശരിയായ നിലപാടിൽ ഇവിടെ ഒരു തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാകരുത്. ശബരിമലയിൽ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. യുവതികളെ പോലീസ് അകമ്പടിയിൽ കൊണ്ടുപോകേണ്ട എന്തു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്ന് വ്യക്തമാക്കണം. ശബരിമലയിൽ സർക്കാർ നിലപാട് എന്താണെന്നും ചെന്നിത്തല ചോദിച്ചു. നമുക്ക് ആർക്കും മനസ്സിലാകാത്തൊരു കാര്യം, ഈ സർക്കാരിനൊരു നയമുണ്ടോ, സർക്കാരിന് വ്യക്തതയുണ്ടോ ഈ കാര്യത്തിലൊക്കെ? ഇവിടെ യുവതി പ്രവേശനത്തിന് സാവകാശ ഹർജി കൊടുത്തിരിക്കുന്ന സന്ദർഭമാണ്. തന്നെയുമല്ല, സുപ്രീം കോടതി ഈ കേസ് വീണ്ടും റിവ്യൂ ഹർജി കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ യുവതി പ്രവേശനത്തിന് വേണ്ടി അവരെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത്? തന്നെയുമല്ല, ഇന്ന് മണ്ഡലപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് ആരംഭിക്കാൻ പോകുന്ന സമയമാണ്. സർക്കാർ ബുദ്ധിശൂന്യമായ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ശബരിമലയെ കലാപകേന്ദ്രമാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. ശബരിമലയെ കലാപഭൂമിയാക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബുദ്ധിശൂന്യമായ നടപടി സർക്കാർ അവസാനിപ്പിക്കണം. സർക്കാർ നടപടിയിൽ KPCC ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അവിടെ ഒരു കലാപഭൂമിയാക്കുക എന്നതാണ്, അതുതന്നെയാണ് RSSന്റെയും തന്ത്രം. ഏതായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാടകം ഗവൺമെന്റിന്റെ അറിവ് സമൂഹത്തോട് നടത്തപ്പെട്ട നാടകമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ഒരു തീരുമാനമായിട്ട് മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കൂ.